ബാത്റൂമിലെ ചൂല് കൊണ്ട് അടുക്കള ക്ലീൻ ചെയ്തു എന്നാരോപിച്ച് അനീഷും ബിന്നിയും തമ്മിൽ ഇപ്പോൾ ലൈവിൽ നടന്ന രസകരമായ ഒരു അടിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാര്യം മറ്റൊന്നുമില്ല, ഇന്നലെ ആരൊക്കെയോ സമൂസ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഒന്ന് വൃത്തിയാക്കാതെ പോയി. അപ്പോൾ അടുക്കള മൊത്തം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഉറുമ്പ് അരിച്ചിരിക്കുന്നത് അനീഷ് കണ്ടു. അപ്പോൾ അനീഷ് ഇത് അവിടെ കിടന്ന് കുറേ അലച്ചതിന് ശേഷം ഈ ചൂലെടുത്ത് അത് വൃത്തിയാക്കാൻ വേണ്ടി പോയി. അങ്ങനെ ചൂലെടുത്ത് ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബിന്നി അവിടെ കയറി വന്നു. ബിന്നി പറഞ്ഞു, ചേട്ടാ ഇത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത് ബാത്റൂമിലടിക്കുന്ന ചൂലായിരിക്കും. അപ്പോൾ ബാത്റൂമിൽ അടിക്കുന്ന ചൂല് വെച്ച് നിങ്ങൾ എന്തിനാണ് ഈ അടുക്കളയുടെ ബെർത്തൊക്കെ ക്ലീൻ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ബിന്നി ചൂടാവുന്നു. അപ്പോൾ അനീഷ് അത് മാറ്റി വയ്ക്കുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂലല്ല, അത് അവിടെ തന്നെ ഉണ്ട്, ഇത് വേറെ ചൂലാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ അനീഷ് ബിന്നിയോട് ചൂടാവുകയാണ്. അനീഷ് ബിന്നിയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നീ ബാത്റൂമിൽ അടിക്കുന്ന ചൂലെടുത്ത് ഞാൻ അടുക്കള വൃത്തിയാക്കിയതല്ലേ പറഞ്ഞത്? അപ്പോൾ ബിന്നി പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ചിലപ്പോൾ ബാത്റൂമിലെ ചൂലായിരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അനീഷ് പറഞ്ഞു, അല്ല, നീ ആയിരിക്കാം എന്നല്ല പറഞ്ഞത്, നീ ആയിരിക്കും, ഉറപ്പിച്ചാണ് നീ പറഞ്ഞത്, എന്തിനാണ് നീ അങ്ങനെ പറയാൻ പോയെന്ന് പറഞ്ഞ് അനീഷ് ബിന്നിയും തമ്മിൽ രാവിലെ തന്നെ വലിയ അടി നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് ബിന്നി ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ ഇതേപോലത്തെ ചൂല ബാത്റൂം ഏരിയയിൽ ഇരിക്കുന്നത് കണ്ടു, അപ്പോൾ ഞാൻ വിചാരിച്ചു അതാണെന്ന്, അല്ലാതെ ചൂലിൻ്റെ പുറത്ത് പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ടുള്ള ഉടക്ക് നടക്കുകയാണ്. ആ ഉടക്കിനിടയിൽ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അത് ശ്രദ്ധിച്ച് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഉടക്കിലേക്ക് ആരും കാര്യമായിട്ട് ഇടപെടുന്നില്ല. അങ്ങനെ ഒരു ബാത്റൂം ചൂലിൻ്റെ പേരിൽ ഒരു അടുക്കളയിൽ നടന്ന ഒരു ലൈവ് അടിയെ പറ്റിയാണ് പറയുന്നത്. അത് എപ്പിസോഡ് കാണിക്കുമെന്ന് അറിയാൻ വയ്യ, ലൈവിൽ നല്ല രസകരമായ രീതിയിൽ കൊണ്ടുപോയ ഒരു അടിയായിരുന്നു അത്. ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെയാണ്. കാര്യം പുറത്ത് അനീഷിനാണ് അത്യാവശ്യം മാർക്കറ്റ് ഉള്ളത്, അല്ലെങ്കിൽ കണ്ടൻറ്റ് ഉള്ളത് എന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അവിടെയുള്ള ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് മാക്സിമം മുതലെടുത്ത് കൂടുതൽ കണ്ടൻറ്റ് അനീഷിനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കാനാണ് അവിടെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്.